നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാവേ. അപ്പോൾ അതിനായിട്ട് പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസുകൾ പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കുക. അത് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരുംജീരകം, ചെറിയ ജീരകം, ഒരു നുള്ള് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സവാള കുറച്ച് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മൂടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടും കൂടെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി പൊടികളൊന്നും ചേർക്കാനില്ല, അതുപോലെ തന്നെ ഒരുപാട് ചേർക്കുകയും വേണ്ട. എല്ലാം വളരെ കുറച്ച് മാത്രം മതിയാവും. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളത്തിലല്ലാതെ നല്ല തിക്കായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒരുപാട് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായിട്ട് വന്നാൽ മതിയാവും. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് ഈ മസാല കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തത്. കുറച്ച് ടേസ്റ്റും കൂടെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് തക്കാളി കൂടെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.